ഇൻഡസ്ട്രി ഹിറ്റും കളക്ഷൻ റെക്കോർഡുകളും ഒക്കെയായി മോഹൻലാൽ സിനിമാ ലോകത്ത് നിലവിൽ മുന്നേറുകയാണ്. അതിനിടയിൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നതും ആരാധകർ ഓർത്തെടുക്കുന്നതുമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാകുന്നു മലയാളത്തിൻ്റെ അടുത്ത സൂപ്പർ സ്റ്റാർ ധ്രുവം കൈയടക്കി വച്ചിരിക്കുന്ന മമ്മൂട്ടി. കുറച്ചു കാലങ്ങളായി മമ്മൂട്ടി ചെയ്തു വരുന്നത് കൊമേഴ്ഷ്യൽ എലമെൻ്റ് കുറഞ്ഞ തരത്തിലുള്ള വേഷങ്ങളും സിനിമകളും ആണ്. മറിച്ച് ആ കഥാപാത്രങ്ങൾക്ക് അഭിനയ സാധ്യത കൂടുതലും റിയാലിറ്റിയോട് അടുത്തു നിൽക്കുന്നതും ആവുന്നു. അത്തരത്തിലുള്ള ചിത്രങ്ങൾ വരുമ്പോൾ തിയേറ്ററിൽ ഒരു ഇടത്തരം ചലനമേ സൃഷ്ടിക്കുവാൻ കഴിയൂ. അതുതന്നെയാണ് യാഥാർത്ഥ്യവും. ഇതുതന്നെയാണ് ഇവിടെ മമ്മൂട്ടി ആരാധകർ പറയുന്നതും. ഈ അടുത്ത കാലങ്ങളിൽ വന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കാതലായാലും പുഴുവായാലും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആയാലും നൻപകൽ നേരത്തെ മയക്കം ആയാലും എല്ലാം തന്നെ കലാമൂല്യം ഏറെയുള്ളതും യാഥാർത്ഥ്യങ്ങളോട് അടുത്തു നിൽക്കുന്നതുമായ സിനിമകളും കഥാപാത്രങ്ങളും ആയിരുന്നു. മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ ഈ ചിത്രങ്ങൾക്കിടയിലൂടെ തന്നെ ഒരു മാസ് മസാല തരംഗ ചിത്രം ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലും ഭീമൻ വിജയങ്ങൾ സംഭവിച്ചേനെ എന്നാണ് മമ്മൂട്ടി ആരാധകരുടെ വാദം. ഉദാഹരണത്തിന് ബിഗ് ബിയുടെ സീക്വൽ ആയ ബിലാൽ ഇക്കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ നിലവിൽ ഈ വർഷമോ തന്നെ സംഭവിച്ചിരുന്നു എങ്കിൽ മലയാള സിനിമാ ഇൻഡസ്ട്രിയുടെ കഥ തന്നെ മാറിയേനെ എന്നാണ് ആരാധക ചർച്ചകളുടെ മൊത്തത്തിലുള്ള നിഗമനങ്ങൾ വന്നു ചേരുന്നത്. മഴക്കാലത്ത് അല്ലായിരുന്നു ടെർബോ എന്ന ചിത്രം വന്നിരുന്നതെങ്കിൽ ഒരുപക്ഷേ അന്ന് കയറിയ പ്രേക്ഷകരെക്കാൾ കൂടുതൽ ജനം ചിലപ്പോൾ ഈ പടത്തിനു വേണ്ടി ടിക്കറ്റ് എടുത്തേനെ എന്നാണ് ഇന്നും മമ്മൂട്ടി ആരാധകരും ചില നിരൂപകരും പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ ടെർബോ ചിലപ്പോൾ മറ്റൊരു റെക്കോർഡിലേക്കോ മറ്റോ എത്തിയിരുന്നേനെ എന്നും ആരാധകർ പറഞ്ഞു വെക്കുന്നു. മമ്മൂട്ടിയുടെ തന്നെ ഹാർഡ് കോർ ഫാൻ ബോയ്സ് ആയ അൻവർ റഷീദോ അമൽ നീരദോ ആഷിഖ് അബുവോ ഒക്കെ ഒരു കിടിലൻ കഥയും സ്ക്രീൻ പ്ലേയും ആയി കടന്നു വന്നാൽ തീരാവുന്ന അല്ലെങ്കിൽ തീർക്കാവുന്ന റെക്കോർഡുകളെ ഇവിടുത്തെ സിനിമാ വ്യവസായത്തിൽ ടിൽ ഡേറ്റ് സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് മമ്മൂട്ടി ആരാധകരും ചില പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. അത് ഒരു പക്ഷേ ശരിയായിരിക്കാം എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ബിലാലിനും മറ്റുമൊക്കെ വരുവാൻ വേണ്ടിയുള്ള മുറവിളികൾ. ബിലാലിനെ കുറിച്ചുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ തന്നെ സമൂഹ മാധ്യമങ്ങൾ അത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഏറ്റെടുക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു മുഴുനീളൻ മമ്മൂട്ടി ചിത്രം തിയേറ്ററുകളിൽ വന്നാൽ ഇൻഡസ്ട്രിയുടെ അവസ്ഥ തന്നെ മാറും എന്നതാണ് സത്യവും. നിലവിൽ ഇവിടെ വന്നിരിക്കുന്ന റെക്കോർഡുകൾ ഭേദിക്കാൻ എന്തുകൊണ്ടും പോന്ന താരം അത് മമ്മൂട്ടി തന്നെയാകുന്നു. അത്രയ്ക്കും ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഇവിടുത്തെ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. ഇതിനെല്ലാം പുറമെ ഒരു സങ്കല്പം കൂടി ആരാധകർക്കിടയിലും സിനിമാ പ്രേമികൾക്കിടയിലും ചർച്ചയാകുന്നുണ്ട്. വലിയ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന മമ്മൂട്ടിയും യുവ സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ സൽമാനും ഒന്നിക്കുന്നതോ അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ മറ്റൊരാളുടെ ചിത്രത്തിൽ കാമിയോ റോളിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതോ ആയ ഒരു പ്രൊജക്റ്റ് ഇവിടെ വന്നാൽ അതിന് പോസിറ്റീവ് റെസ്പോൺസ് കൂടെ വന്നാൽ ബോക്സ് ഓഫീസിൻ്റെയും ഇൻഡസ്ട്രി ബിസിനസ്സിൻ്റെയും റെക്കോർഡുകളുടെ പട്ടിക തന്നെ പാടെ തിരുത്തി എഴുതേണ്ടി വരും.